അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ഉപ്പയാണ്. ഒരു വർഷമായിട്ട് ഉപ്പ സ്ട്രോക്ക് വന്നിട്ട് തളർന്നെടുക്കുകയാണ്. ഉപ്പക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും നടക്കാനോ ഒന്നും പറ്റില്ല. ഞങ്ങൾ നന്നായി നോക്കിയിരുന്ന ഉപ്പ എടുപ്പൊക്കെ എടുക്കണം. ചികിത്സിച്ച പഴയ പോലെ ആവുന്ന ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഉപ്പക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. പഠിച്ചവനെ വിചാരിച്ച് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ ഉപ്പാനെ പഴയ പോലെ എൻ്റെ ഭർത്താവാണ് കിടക്കുന്നത്. ഞങ്ങൾ നന്നായി നോക്കിയിരുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വേറെ ആരും ചികിത്സിച്ച ഭേദാവുന്നു ഡോക്ടർ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഞങ്ങൾ സഹായിക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ആഷിഫ് മന്ദലാവുന്നാണ്. ഞാനിപ്പോ പൊന്നാനി പുളിക്കക്കടവ് എഴുപത്തിരുത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇബ്രാഹിംകാടെ ഒരു വിഷമം നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഈ ഇബ്രാഹിംക നാടിനും കുടുംബത്തിനും ഒരു ആശ്രയമായിരുന്നു. ഇവരുടെ എല്ലാ കാര്യങ്ങളും, ഈ നാട്ടിലുള്ളതാണെങ്കിലും ഇവരുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ ഇബ്രാഹിംക ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വർഷമായിട്ട് ഈ ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷമം കണ്ടിട്ട് അദ്ദേഹത്തിനെ മനസ്സിലാക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയാവസ്ഥ. ഞാൻ പോലും അത്രയും, എൻ്റെ ശബ്ദം പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ആ പൊന്നു മോളെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് പോലും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരിക്കലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കാണാതെ പോകരുത്. കാരണം അത്രയും ദയനീയതയാണ് ഇവരുടെ കാര്യം. ഈ ഉപ്പ ഇപ്പൊ നിലവിൽ നമ്മൾ റിയാക്ട് ചെയ്യണ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ആരോഗ്യവാനല്ലെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കെങ്കിലും നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവും ഈ വീടിന്റെ കുടുംബനാഥനാണ് ഈ കിടക്കുന്നത്. ഇവരെ കൊണ്ട് ഈ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് നമുക്ക് ചെറിയൊരു വീടും കൂടി നമുക്ക് ഇതോട് കൂടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇനി സലീംക തന്നെ നമ്മളോട് പറയുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ നാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്. ഞാൻ അറിയുന്ന ഒരു ഫാമിലിയാണ്. ഇദ്ദേഹം കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടുകാർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു വർഷം മുമ്പാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയത്. പക്ഷേ ഇന്ന് അദ്ദേഹം റിയാക്ട് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്ന ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അവസാന വീടില്ല, ഇന്ന് ജീവിക്കാനൊരു മാർഗം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. മോളെ പഠിപ്പൊക്കെ നമ്മളറിയുന്ന ആളുകൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം. അത്രയ്ക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോക്ക് മുമ്പിൽ സഹായ അഭ്യർത്ഥനയായിട്ട് വരുന്നത്. അത് അത്രക്കും ജെനുവിനായ ഒരു കേസായതുകൊണ്ടാണ് ഞാനും കൂടി ഈ വീഡിയോയിൽ നിന്നത്. എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവരൊക്കെ പറഞ്ഞതുപോലെ തീർത്തും അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ഇത് കാണാതെ പോകരുത്. നിങ്ങൾ അയക്കുന്ന ഓരോ രൂപയും ഈ ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനും ഈ കുടുംബത്തിന്റെ ജീവിതം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു രൂപ നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പോവില്ല. അതുകൊണ്ട് എല്ലാവരും കഴിയാവുന്ന രീതിയിലൊക്കെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം. ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ 100ഉം 200ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ കുടുംബത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.